വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ്, ടാക്സുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള മറ്റ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മളെ ഈ ഒരു ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പുതിയ അക്കാഡമിക് ഇയറിലെ പുതിയ അസസ്മെൻറ്റ് ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇത് ബികോമിന് മാത്രമല്ല കേട്ടോ, എംകോം, അതുപോലെ തന്നെ MBA, CA, CMA, CS തുടങ്ങിയിട്ടുള്ള മറ്റ് കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പുതിയ കോഴ്സ് പ്ലേലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും പഴയ പോലെ തന്നെ ഒരു കലാലയ ജീവിതം ഉണ്ടാകും എന്ന ഒരു പ്രത്യാശയോട് കൂടിയിട്ട് തന്നെ നമുക്കൊരു പുതിയ അക്കാഡമിക്കിനെ വരവേൽക്കാം. ഓക്കെ, സോ വൺസ് അഗൈൻ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ദെൻ ഇൻകം ടാക്സിലേക്ക് പോകുന്നതിന് മുന്നേ ടാക്സിനെ കുറിച്ച് നമുക്കറിയണം. എന്തുകൊണ്ടാണ് ടാക്സ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ് ടാക്സ് എന്ന് പറയുന്നത്, നികുതി. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലൊക്കെ അധികം എന്താണ്, അവരുടെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന നികുതി തന്നെയാണ്. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ടും മറ്റ് ഫീ ആയിട്ടും പെനാൽറ്റി ഒക്കെ ആയിട്ടൊക്കെ പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തിനാണ് ഇത്രമാത്രം പണം എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് സാലറി കൊടുക്കണം. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്, അല്ലേ? അതുപോലെ തന്നെ ഇവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെൻഷൻ കൊടുക്കണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൻഷനേഴ്സാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് പൈസ നീക്കി വയ്ക്കേണ്ടത് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുക്കണം, റോഡ്, ഹെൽത്ത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഡിഫൻസ് മേഖലയിലേക്കൊക്കെ, പ്രതിരോധ മേഖലയിലേക്കൊക്കെയാണ് ഏറ്റവും വലിയ എമൗണ്ട് ഓരോ രാജ്യവും എന്താണ് ചിലവാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് ഗവൺമെൻറ്റിന് പണം ആവശ്യമാണ്. ഈ പണമൊക്കെ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഇവിടുന്നാണ്, ജനങ്ങളിൽ നിന്നാണ്, ഇൻ ദി ഫോം ഓഫ് ടാക്സ്. അപ്പോൾ ടാക്സിൻ്റെ രൂപത്തിലാണ്, അല്ലാതെയും കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവന്യൂ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാൻ ആവശ്യമായുള്ള പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താണ്, ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പഠനം കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യണമല്ലോ, അപ്പോൾ അതിനുള്ള പോയിന്റ് കൂടി നമുക്ക് വേണമല്ലോ. സോ എന്താണ് ഗവൺമെൻറ്റിന് എന്തിനൊക്കെയാണ് പണം ആവശ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പോയിന്റ് എഴുതാം. ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ഇൻ ദി കൺട്രി, അതുപോലെ ടു പ്രൊമോട്ട് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ദെൻ ടു മേക്ക് ദി മിലിറ്ററി ആൻഡ് സിവിൽ എക്സ്പെൻഡിച്ചർ, ദെൻ ടു മീറ്റ് ദി കോമൺ നീഡ്സ് ഓഫ് ദി സിറ്റിസൺ ലൈക്ക് മെയിൻ്റെനൻസ് ഓഫ് റോഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് കാര്യങ്ങളിലേക്കൊക്കെ ഗവൺമെൻറ്റിന് പണം ആവശ്യമാണ്. ആ പണം ടാക്സിൻ്റെ രൂപത്തിൽ കളക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു ടാക്സ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടാക്സിനെ വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു one is direct tax and other is indirect tax. Then direct tax എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് നേരിട്ട് ടാക്സ് കൊടുക്കുക, നികുതി കൊടുക്കുകയാണ്, അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇടയിൽ വേറെ ആരുമില്ല, ഒരു മധ്യവർത്തി ഇല്ല. നമുക്ക് നേരിട്ട് തന്നെ എന്താണ്, നമ്മുടെ വരുമാനത്തിന് ഗവൺമെൻറ്റിലേക്ക് നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റും. ദർ ഈസ് നോ ഇൻ്റർമീഡിയറി ഇൻ ബിറ്റ്വീൻ ടാക്സ് പേയർ. ടാക്സ് പേയർ എന്ന് പറയുന്നത് നമ്മളാണ്, ആൻഡ് ടാക്സ് ഇമ്പോസിങ് അതോറിറ്റി, ടാക്സ് ചുമത്തുന്ന അതോറിറ്റി, അതെപ്പോഴും ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ അവർക്കിടയിൽ എന്തില്ല, ഒരു മധ്യവർത്തി ഇല്ല. അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഓക്കെ, ദെൻ അടുത്തത് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ നേരിട്ടല്ല, മറിച്ച് എന്താണ്, മറ്റൊരു വ്യക്തിയിലൂടെ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് എത്തിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തില്ല,
അവിടെ ഇൻ്റർമീഡിയറീസ് വരും, ഈ ഭാഗത്ത് ഇൻ്റർമീഡിയറീസ് വരും. ആ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെൻറ്റാണ്. ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത് ഒന്നുകിൽ റീറ്റെയിലർ ആവാം, അല്ലെങ്കിൽ ഹോൾസെയിലർ, അതല്ലെങ്കിൽ ഏജൻറ്റ്, ഇങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസാണ് സർവീസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നതാണ് സെയിൽസ് ടാക്സ്, വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ്, ദെൻ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്സറി ടാക്സ്, ദെൻ പർച്ചേസ് ടാക്സ്. അപ്പോൾ ഇതിൽ ഈ ഇൻഡയറക്റ്റ് ടാക്സുകളൊക്കെ ഉണ്ടല്ലോ, ഇത് മൊത്തത്തിലാണ് ഇപ്പോൾ എന്ത് പേരിൽ പറയുന്നത്, GST എന്ന പേരിൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കും, BCom പഠിക്കുന്ന കുട്ടികളൊക്കെ. ഓക്കെ, ഇപ്പം നമ്മളെ സ്റ്റഡി എന്ന് പറയുന്നത് ഇവിടെ ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പഠനം, ഇൻകം ടാക്സ്. ഓക്കെ, ദെൻ നമുക്ക് ഇന്ത്യയിലുള്ള ടാക്സിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 1860 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സർ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്, സർ ജെയിംസ് വിൽസൺ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 1860 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947. അപ്പോൾ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സർ ജെയിംസ് വിൽസണ് ഇങ്ങനൊരു സംവിധാനം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അതെന്താ വെച്ചാൽ 1857 ഉണ്ടായിട്ടുള്ള ആ സൈനിക കലാപത്തെ തുടർന്നിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാശനഷ്ടങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഇങ്ങനൊരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, പിന്നീട് അതിൽ ഒരുപാട് ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭേദഗതികളാണ് നമ്മൾ ഈ ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ പഠിക്കുന്നത്. 1886 ആദ്യത്തെ ഇൻകം ടാക്സ് ആക്ട് പാസ്സായത്. പിന്നെ 1918 അപ്പോൾ 900 എത്തിയിട്ടോ, അത് പുതിയൊരു ആക്റ്റായിട്ട് മാറി. ദെൻ 922 വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്തു, മറ്റൊരു ആക്ട് വന്നു. ദെൻ 956 അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ഒരു സമയം അല്ലേ, 47 ശേഷമാണല്ലോ. അപ്പോൾ 56 ഒരു ലോ കമ്മീഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഗവൺമെൻറ്. അത് പ്രധാനമായിട്ടും ഈ ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അവർ എന്ത് ചെയ്തു, 958 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം 958 ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ വീണ്ടും അപ്പോയിൻ്റ് ചെയ്യുകയും അവരുടെ റിപ്പോർട്ട് 959 ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ദെൻ അവസാനം 1961 പിന്നീട് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഇൻകം ടാക്സ് ആക്ട് പാസ്സായി വരുന്നത്. ഓക്കെ, പക്ഷേ അത് ഇന്ത്യയിൽ ഒന്നാകെ ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ പ്രവൃത്തിഭാഗത്തിൽ വന്നത്, അതാണ് ഈ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് 1962 ഏപ്രിൽ 1. ഓക്കെ, അപ്പോൾ അത് വളരെ റെലവൻ്റ് ആണ്. അപ്പോൾ ഒരു ആക്ട് പാസ്സായി കഴിഞ്ഞ് ഒരു വർഷമൊക്കെ എടുക്കും അത് മൊത്തത്തിലൊക്കെ ഒന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, 1860 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ വ്യക്തിയുടെ പേര് ഓർക്കണം, സർ ജെയിംസ് വിൽസൺ, ആ ഇയറും ഓർക്കണം. പിന്നെ മറ്റൊന്ന്, ഇൻകം ടാക്സ് ആക്ട് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 961. എന്നാണ് ഇത് പ്രവൃത്തിപഥത്തിൽ വന്നത് മൊത്തത്തിൽ ഇന്ത്യയിലായിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/4/1962, 1 ഏപ്രിൽ 1962. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ ടാക്സേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അറിയാം. ഒന്ന്, ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുക, ജനറേഷൻ ഓഫ് റവന്യൂ നീഡ് ഫോർ ദി ഗവൺമെൻറ് എന്ന് തന്നെയാണ്. മറ്റൊന്ന്, പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ ഒള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകളുടെ കയ്യിൽ പണം കുമിഞ്ഞു കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ, അതില്ലാതാക്കുക എന്നുള്ള. അതായത് എല്ലാവരും ടാക്സ് അടയ്ക്കണമെന്നില്ല,
ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആണ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ ഓൺലി എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞ ആളുകളിൽ മാത്രം പണം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, തടയുക എന്ന് പറയുന്നു. ഓക്കെ, ഒക്കെ നമുക്ക് പിന്നീട് അതിലേക്കൊക്കെ കൂടുതലായിട്ട് വരാം. ദെൻ ടു ഇൻക്രീസ് സേവിങ് ഹാബിറ്റ്സ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ ടാക്സ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു സേവിങ് ഹാബിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതെന്നൊക്കെ ചോദ്യമാണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 10 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ 10 ലക്ഷത്തിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 10 ലക്ഷത്തിൽ നിങ്ങളെന്താണ് ഒരു ലക്ഷം കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഒരു LIC പ്രീമിയമൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിച്ച് വയ്ക്കുക. അപ്പോൾ ബാക്കി 9 ലക്ഷം, ആ 9 ലക്ഷത്തിന് ടാക്സ് അടച്ചാൽ മതി. അതായത് നിങ്ങൾ അടച്ച പ്രീമിയം ഉണ്ടല്ലോ അതിന് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അതായത് LIC പോലുള്ള സേവിങ് ഹാബിറ്റ്സിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്താണ് അതിനൊക്കെ ഡിഡക്ഷൻ കിട്ടും. അതൊരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫോർ സ്പീഡി എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് ഒക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഈ ഒരു പണം, ഇതുവഴിയാണ് നമ്മളൊരു എക്കണോമിക് ഡെവലപ്മെൻറ്റൊക്കെ പോസിബിൾ ആകുന്നത്. ദെൻ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പറ്റിക്കണമെന്നില്ല. അപ്പോൾ അതിന് പ്രൊഫഷണൽസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെടുത്ത് നമ്മൾ നമ്മുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവർ വൃത്തിയായിട്ട് ചെയ്തു തരും. നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുന്നിടത്തോളം കുറച്ചൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് എന്താണ് ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്, അവർക്ക് തൊഴിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ടാക്സേഷൻ വരുമ്പോൾ സാധാരണഗതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊന്ന് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. ഇതും ചിലപ്പം ചോദിക്കാം. എന്താണ് ഇൻകം ടാക്സിൻ്റെ ഒരു സവിശേഷതകൾ അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുന്ന. ഒന്ന് നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ ആ ചാർട്ടിൽ പറഞ്ഞല്ലോ അല്ലേ, ഡയറക്റ്റും ഇൻഡയറക്റ്റും. അതിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ടാക്സ് ആണ്, അതാണ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ അതൊരു ഫീച്ചറായിട്ട് പറയാം. മറ്റൊന്ന്, ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത് CBDT എന്ന് പറയുന്ന സ്ഥാപനമാണ്. CBDT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അതൊക്കെ പിന്നീട് നമ്മൾ അതിലേക്കൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ടാക്സിൻ്റെ ഒരു അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ടാക്സൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CBDTക്ക് ഒരു ചെയർമാനൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട ഒരു സംഭവമാണ് എന്താണ് ടാക്സ് എന്നുള്ളത്. അപ്പം നമുക്ക് ടാക്സ് അടയ്ക്കാൻ അതിൻ്റെ പരിധിയിൽ നമ്മൾ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അടയ്ക്കുക തന്നെ വേണം. അത് കമ്പൽസറി ആണ്, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഓക്കെ, എനി ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ ഈസ് ടാക്സബിൾ. അപ്പോൾ നിങ്ങൾക്ക് നിയമപരമായിട്ടോ അതല്ലാതെയോ നിങ്ങൾക്ക് ഇൻകം കിട്ടുകയാണെങ്കിലൊക്കെ അതിനൊക്കെ എന്താണ് അതൊക്കെ ടാക്സിൻ്റെ പരിധിയിൽ വരും. ഉദാഹരണത്തിന് ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ചൂതാട്ടം പോലെ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ടാക്സബിളാണ്. അത് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിയമപരമായിട്ടുള്ള നടപടികൾ വേറെ, പക്ഷേ ലീഗലായിട്ടുള്ള ഇൻകം ഇല്ലീഗലായിട്ടുള്ളതൊക്കെ എന്താണ് ടാക്സിൻ്റെ പരിധിയിൽ വരും. ദെൻ ടാക്സ് റിഫ്യൂസൽ ഈസ് എ പണിഷബിൾ ഒഫൻസ്. ഇത് നിരാകരിക്കാൻ പാടില്ല. അത് നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതൊരു പണിഷബിൾ ഒഫൻസാണ്. അപ്പോൾ ചിലപ്പം നമ്മളെന്താണ് ജയിലിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ടാക്സ് നിരസിക്കുക എന്നുള്ളത്. ദെൻ ദി ടൈം ആൻഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡിറ്റർമിൻ ബൈ ടാക്സ് ഇമ്പോസിങ് അതോറിറ്റി. അപ്പോൾ ഇത് എപ്പോൾ അടയ്ക്കണം, എങ്ങനെ അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുക? ടാക്സ് ഇമ്പോസിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ടാക്സ് ചുമത്തുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് പറയും ഏത് സമയത്താണ്. ഇപ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം നമുക്ക് വന്നിട്ടുള്ള ഇൻകത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കുക ഈ വർഷമാണ്. ഈ വർഷം നമുക്ക് ഇൻകം എത്രയാണോ വരുന്നത് അതിന് നമ്മൾ ടാക്സ് അടയ്ക്കുക അടുത്ത വർഷമാണ്. അപ്പോൾ അതിന് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും വരാം. ദെൻ മറ്റൊരു ടോപ്പിക്ക് ബേസിസ് ഓഫ് ചാർജ്.
അത് സെക്ഷൻ 4 എന്ന് പറയുന്ന ഭാഗത്താണ് വരിക. കുറേ സെക്ഷനൊക്കെ നമുക്ക് പ്രധാനമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ബേസിസ് ഓഫ് ചാർജ്, അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന കുറേ പ്രിൻസിപ്പിൾസ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ ഒന്നാമത്തത് ഇറ്റ് ഈസ് ആൻ ആനുവൽ ടാക്സ് ഓൺ ഇൻകം. സാധാരണഗതിയിൽ വാർഷികമായിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാതെ ഇടയ്ക്ക് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഗവൺമെൻറ് എന്ത് പറയും, കഴിഞ്ഞ വർഷം വരുമാനം എത്രയാണോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ വർഷം നമ്മൾ ടാക്സ് അടയ്ക്കുന്നു. അങ്ങനെ ആനുവലായിട്ടാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. ദെൻ പ്രീവിയസ് ഇയർ ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 2 കാര്യങ്ങൾ പഠിക്കുകയാണ്. പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെൻറ്റ് ഇയർ എന്താണ്. ഈ ടേം നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം അതാണ് പ്രീവിയസ് ഇയർ, ആ പേരിൽ തന്നെ ഉണ്ട്. അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു കാലയളവുണ്ട്, വർഷം, അതാണ് അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത ഇയറാണ്, ഇൻകം ഉണ്ടായിട്ടുള്ള ഇയറാണ്. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് ആകുന്നത് എപ്പോഴാണ്, അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ നിങ്ങളുടെ അസസ്മെൻറ്റ് ഇയർ എന്താണ്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ എന്താണ്, അതൊക്കെ അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. ദെൻ റൂൾസ് ആർ പാസ്ഡ് ബൈ പാർലമെൻറ്റ്. പാർലമെൻറ്റാണ് റൂളൊക്കെ പാസ്സാക്കുന്നത്. പാർലമെൻറ്റ് തന്നെയാണ് എന്താണ്, ടാക്സിൻ്റെ റേറ്റൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അത് ത്രൂ ഫിനാൻസ് ആക്റ്റാണ്. ഫിനാൻസ് ആക്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലാണ് ടാക്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാറ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഓരോ വർഷം ഫെബ്രുവരി മാസത്തിലാണ് ബഡ്ജറ്റൊക്കെ എന്താണ് അവതരിപ്പിക്കുക, ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബജറ്റിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഫിനാൻസ് ആക്റ്റായിട്ട് പാസ്സായി വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലാണ് എന്താണ്, ഈ പാർലമെൻറ്റിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എല്ലാ പേഴ്സണിനും എന്താണ്, അത് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആരെല്ലാം വരും എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ദെൻ ദി ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ടോട്ടൽ ഇൻകം ഓഫ് എവറി പേഴ്സൺ കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എന്തിൻ്റെ പുറത്താണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ ഇൻകം. എന്താണ് ടോട്ടൽ ഇൻകം എന്നാണ്. ഒരു വർഷം നിങ്ങൾക്ക് പല സ്രോതസ്സുകളിലൂടെ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ള വരുമാനം, അതൊക്കെ പാടെ കൂട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ആ സോഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഇനി ഡീറ്റെയിലിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ടാക്സിൻ്റെ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെല്ലാം എന്താണ് ഗവേൺ ചെയ്യുന്നത് ആരാണ്, ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അതിനെ ബേസിസ് ഓഫ് ചാർജ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, CBDTക്ക് ഒരു ചെയർമാൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ. ഇതാണ് CBDTയുടെ ഇപ്പോഴത്തെ ചെയർമാൻ, ശ്രീ പ്രമോദ് ചന്ദ്ര മോഡി. ഓക്കെ, അപ്പോൾ ഒരു അപ്പെക്സ് ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഇവരാണ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ടാക്സ് കളക്ട് ചെയ്തതിൻ്റെ 80% അതത് സ്റ്റേറ്റിന് തന്നെ കൊടുക്കും. അതായത് ഇപ്പോൾ 100 രൂപ കേരളത്തിൽ നിന്ന് പിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ടാക്സായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 80 രൂപ കേരളത്തിന് തന്നെ കൊടുക്കും. 20 രൂപ സാധാരണഗതിയിൽ സെൻറ്റർ എന്ത് ചെയ്യും, അവിടെ സൂക്ഷിക്കും. ഇതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നിർമ്മല സീതാറാം, നമ്മുടെ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ചിത്രം വരയ്ക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ ടാക്സ് ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ചില വ്യക്തികളൊക്കെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ വേണം, അതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് റെഫർ ചെയ്യുക.
പിന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷനായിട്ട് വരുന്ന നമ്മൾ കിട്ടുന്ന വീഡിയോസൊക്കെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി ഇതിന് വെക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഒരുപാട് വീഡിയോസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ താങ്ക് യു.